വൈകുന്നേര ദിവസം മഴയും കണ്ടിങ്ങനെ പുറത്തിരിക്കുമ്പോഴാണ് പൂവട തിന്നാനൊരു കൊതി തോന്നിയത്. അപ്പോൾ തോന്നി ഇപ്പം പോയി പൂവട ഉണ്ടാക്കാം. അപ്പം നമുക്ക് പൂവട ഉണ്ടാക്കിയാലോ? വന്നോളൂ. അങ്ങനെ നേരെ കിച്ചണിലേക്ക് പോയി. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ആവശ്യമായിട്ടുള്ള മാവ് എടുത്തു. ഞാൻ ഗോതമ്പ് മാവ് കൊണ്ടാണ് കേട്ടോ ഇന്ന് പൂവട ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേണം. തേങ്ങ വേണം, ശർക്കര വേണം, ഏലക്ക വേണം. അപ്പോൾ നമുക്ക് ആ കൂട്ടൊന്ന് തയ്യാറാക്കാം. ആദ്യം ഞാൻ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ശർക്കര പൊടിച്ചതും അതുപോലെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുഴച്ച് വെച്ച മാവ് ചെറിയ ഉരുളകായ എടുത്ത് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് പരത്തിയെടുക്കാം. ഇത് ഞാൻ ഈ ഒരു പരുവത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഭംഗിയിലൊന്ന് മടക്കിയെടുക്കാം. അപ്പം ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. എൻ്റെത് ഇത്ര ഭംഗിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ മടക്കിയെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള മാവെല്ലാം നമ്മൾ പരത്തി ഫില്ല് ചെയ്ത് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് അവിടെ കിടന്നങ്ങോട്ട് വേവട്ടെ. അങ്ങനെ അത് വേവുന്നത് വരെ കുറച്ച് സമയം സിറ്റ് ഔട്ടിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചായക്കുള്ള കുറച്ച് വെള്ളവും സ്റ്റൗവിൽ വെച്ചിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞ് പോയി നോക്കിയപ്പോഴത്തേനും ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായയിലേക്കുള്ള പൊടി ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്തു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പൂവട റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. അങ്ങനെ ഞാൻ അതിന്ന് ഒരു 2-3 പൂവടയും ഒരു ഗ്ലാസ് കട്ട ചായയും എടുത്ത് സിറ്റ് ഔട്ടിൽ പോയിരുന്ന് കഴിച്ചു. എന്താണെന്നുള്ള സിറ്റ് ഔട്ട് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.